ഹായ് ഹലോ, ജെ ജി സ്റ്റോർസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്നുള്ളത് നമ്മുടെ തിരുവനന്തപുരത്ത് വർക്കല ശിവഗിരിയിലാണ് നമ്മൾ ഇന്ന് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. കാര്യങ്ങളായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തൊരു യാത്രയായിരുന്നു നമ്മുടെ വർക്കലയിലേക്കുള്ള ഒരു യാത്ര എന്നുള്ളത്. അപ്പോൾ അത് ഇന്ന് നടന്നിരിക്കുകയാണ്. ഒരുപാട് രസകരമായ മുഹൂർത്തങ്ങളിലൂടെയാണ് ഈ ഒരു യാത്ര ഇന്നിതായി ഒരു സോൾ ഹോസ്റ്റൽസ് എന്ന് പറയുന്ന സ്ഥാപനത്തിലെത്തി നിൽക്കുന്നത്. നല്ല വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല എന്ന് വിചാരിക്കുന്നു. കേരളത്തിലെ ഗോവ എന്നറിയപ്പെടുന്ന വർക്കലയിലെ മനോഹരമായ കാഴ്ചകളിലേക്കുള്ള ഒരു യാത്ര നമുക്ക് പോയിട്ട് വരാം. നിന്നും ഒരു ജേർണി തുടങ്ങിയോ ടീം കൂടെ സെതംപർ ഒരു വൈബ് ബിൽഡ് ചെയ്തു. റോഡിൽ നിന്നും ബസ്സിൽ നിന്നും ട്രെയിനിൽ നിന്നും വർക്കല ബീച്ചിന്റെ ഒരു ഡ്രീം കൊണ്ടുവന്നല്ലോ. പക്കത്തിൽ നോക്കിയാൽ ഗ്രീൻ ഫീൽഡ് സിംഫണി കൂടെ മുഖത്ത് പറഞ്ഞു ഒരു ട്രാവൽ ഫാമിലി. 6 പേരും ഞാനും ഒരു ഗാങ് ഒരു ഡ്രീം. വർക്കല പോന്ന മാറ്റിൽ നമ്മുടെ ടീം. അപ്പോൾ നമ്മളങ്ങനെ വർക്കല എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇനിയുള്ള വ്ളോഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വർക്കലത്തെ രസകരമായ വീഡിയോസ് ആയിരിക്കും. അപ്പോൾ വർക്കലയുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ സമയം ഏകദേശം 5 മണി ആവാറായി പുലർച്ചെ. അപ്പോൾ ഈ ഒരു നേരത്താണ് ഞങ്ങളിവിടെ ഒന്ന് ഇറങ്ങിയത്. ഏകദേശം ഒരു 4:30 ആകുമ്പോൾ ഒന്ന് ഇറങ്ങേണ്ടതായിരുന്നു. ബട്ട് നമ്മുടെ ഇന്ത്യൻ റെയിൽവേ എന്നും മെയിൻ ആയതുകൊണ്ട് നമ്മൾ ഈ നേരത്താണ് വന്ന് ഇറങ്ങിയത്. ബട്ട് ഞങ്ങൾക്ക് എന്താ ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1:30-ക്കാണ് ഞങ്ങൾക്ക് ചെക്കിങ് അനുവദിച്ചിട്ടുള്ളൂ ഹോട്ടലിൽ. അപ്പോൾ അതുവരെ ഇതേപോലെ തേരാപ്പാര നടക്കുക, അതാണ് ഇപ്പോഴത്തെ പ്ലാൻ. അപ്പോൾ ഗുയ്സ്, വർക്കലത്തെ ബാക്കി വിശേഷങ്ങളുമായി നമുക്ക് ഇനിയും കാണാം. മെലഡി മനസ്സിൽ ഒരു തല തൃശ്ശൂർ നിന്നും വന്നു ഒരു ഡയറി എഴുതാൻ 7 പേരു ജേർണി എത്തും നമ്മുടെ കട്ട. പോയി അപ്പോൾ 5 മണിക്ക് നമ്മൾ വർക്കല എത്തിയിട്ട് ഇവിടെ വെയിറ്റിംഗ് റൂമിൽ നമ്മൾ കിടക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇവിടുത്തെ വെയിറ്റിംഗ് റൂമിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ പരിതാപകരമാണ്. അതായത് കിടക്കാൻ പോയിട്ട് ഇരിക്കാൻ പറ്റിയ സ്ഥലം പോലും ഇല്ല. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, എന്താ കിടക്കുന്നത്, നിരന്ന് കിടക്കാമെന്ന് തീരുമാനിച്ച്. ഇത് ഒരുത്തൻ ഫാനിൻ്റെ സ്വിച്ചും തപ്പി കിടക്കുകയാണ്. അവന് തണുപ്പൊട്ടും പറ്റുന്നില്ല അത്ര. അപ്പോൾ ഫാനിൻ്റെ സ്വിച്ചും തപ്പി കിടക്കുന്ന ഒരുത്തനെ അവിടെ കാണാം നമുക്ക്. അപ്പോൾ ഇനി ഇതൊരു 2 ഇവിടെ കൂടിയും കിടക്കുന്നുണ്ട്. ഈ കാണുന്നതാണ് അപ് റൂമിന്റെ അവസ്ഥ. ക്ലാസ് വെയിറ്റിംഗ് റൂം, സോറിയടാ ഡീൻ. അപ്പോൾ ഇപ്പോൾ സമയം 6 മണിയായി. അപ്പോൾ ഞങ്ങൾ 1 മണിക്കൂർ ഒന്ന് റെസ്റ്റ് എടുത്ത് ഫ്രഷായി ഇതെല്ലാവരും ഒന്ന് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു കാലിച്ചായ കുടിക്കുക എന്നുള്ളതാണ്. കോഫി. വീണ്ടും ക്ലിഫിലേക്കുള്ള നടത്തം തുടങ്ങുകയാണ്. പഞ്ചമ ഹോം സ്റ്റേ, ഇതല്ല നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്ന സ്ഥലം. We will show you Panchama homestay. This is Panchama homestay. And that's our handsome guy going in front. Sorry bro. He doesn't like to be praised. What? He doesn't like to be praised, but since he is my friend, I have to say the truth. He's a sexy, awesome guy. He even gave his glasses to me. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ സോൾ ഹോസ്റ്റലിലാണ് നമ്മൾ റൂം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സോൾ ഹോസ്റ്റലിലത്തെ കാഴ്ചകളും അതേപോലെ തന്നെ വളരെ പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്നിട്ടുള്ള ഒരു ഹോസ്റ്റലാണ് നമ്മുടെ സോൾ ഹോസ്റ്റൽ എന്ന് പറയപ്പെടുന്നത്.
അപ്പോൾ അങ്ങനെ നമ്മൾ ഈവനിങ് സൺസെറ്റ് കാണാൻ വേണ്ടി ഇറങ്ങാണ്. കണ്ടു സൺസെറ്റ്. കടലിന്റെ മെലഡി മനസ്സിൽ ഒരു തല തൃശ്ശൂർ നിന്നും വന്നു ഒരു ദാരി എഴുതാൻ ഒരു ജേർണി ഇത് നമ്മുടെ കഥ. സൺസെറ്റ് ഒരു ഫോട്ടോ ഒരു ഫ്രെയിം ഫുൾ ഓഫ് ജോയ് കൂടെ ഇരുന്നു കത്തു പറഞ്ഞൊരു വൈബ് ഡിസ്ട്രോയ്. നൈറ്റിൽ ഒരു ക്യാമ്പ് ഫയർ ഒരു ഗിറ്റാർ ട്യൂൺ വർക്കല മെമ്മറി ഇത് നമ്മുടെ മോർണിംഗ് ബീച്ച് വാക്ക് ഒരു ഫ്രഷ് സ്റ്റാർട്ട് ടീം കൂടെ ഇരുന്നു ഒരു ബോണ്ട് വോൺ പാർട്ട് ബ്രേക്ക്ഫാസ്റ്റിൽ അപ്പം ഒരു കടലിന്റെ സൗണ്ട് വർക്കല ട്രിപ്പ് അത് നമ്മുടെ ക്രൗൺ. तुम्हारा नाम क्या है? वासिफ वासिफ. वासिफ मोहम्मद मोहम्मद वासिफ. घर किधर है? राजस्थान राजस्थान में. ഹായ്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ബീച്ചിൽ നിന്നായിരുന്നു. ബട്ട് ബീച്ചിലത്തെ ഫുട്ടേജ് നമുക്ക് അധികം എടുക്കാൻ പറ്റിയില്ല. കാരണം ഞങ്ങൾ രാവിലെ നീച്ച് നേരെ ബീച്ചിലേക്ക് പോവായിരുന്നു. അപ്പോൾ പ്രത്യേകിച്ച് ബീച്ചിലത്തെ വീഡിയോസൊന്നും എടുത്തില്ല. സോ ഉള്ള വീഡിയോസ് നമ്മളിതിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. ദെൻ അതിനുശേഷം നമ്മൾ പോയി ഭക്ഷണം കഴിച്ചു. ദെൻ നമ്മൾ സ്റ്റേ അടിച്ചതിൻ്റെ നേരെ അടുത്ത് തന്നെ നമ്മുടെ അക്വാറ്റിക് മ്യൂസിയം ഉണ്ടായിരുന്നു. സോ അക്വാറ്റിക് മ്യൂസിയത്തിൻ്റെ ഉള്ളിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ വർക്കലയിൽ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാവരും കാണേണ്ട ഒരു സ്ഥലമാണ്. ജസ്റ്റ് എൻട്രി ഫീസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് 30 രൂപ മാത്രമേ ഉള്ളൂ. സോ 30 രൂപ കൊടുത്തിട്ട് എല്ലാവരും അക്വാറിയം പോവാം. നമ്മുടെ ഇവിടെ വരാം. ഹായ്. അങ്ങനെ അതിൻ്റെ ബാക്കിൽ ഇങ്ങനെ വണ്ടർഫുൾ ആയിട്ടൊരു പാർക്ക് നമുക്കുണ്ട്. സോ നിങ്ങൾക്ക് ചിൽ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിരിക്കാവുന്നതാണ്. കാണുന്നതാണ് നമ്മുടെ മ്യൂസിയം എന്ന് പറയുന്നത്. സോ ഇതാണ് നമ്മുടെ മ്യൂസിയം. ഇവിടെ നിന്നാണ് നമ്മളിപ്പോൾ ഇറങ്ങിയത്. ഇവിടുത്തെ വിഷ്വൽസാണ് മെയിനായിട്ട് ഇട്ടിരിക്കുന്നത്. സോ അതിൻ്റെ നേരെ ബാക്ക് സൈഡിലാണ് നമ്മൾ ഈ കാണുന്ന പ്ലേ ഗ്രൗണ്ട് എന്ന് പറയുന്നത്. തൃശ്ശൂരിലെ നാട്ടിൽ നിന്നും ഒരു ഡ്രീം ട്രിപ്പ്, 7 പേരുടെ കൂടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഷിപ്പ്, വർക്കല ഡയറി അതിൽ ഒരു ചാപ്റ്റർ, ഇത് നമ്മുടെ സ്റ്റോറി, ഇത് നമ്മുടെ റാപ്പ്. വർക്കല വർക്കല ഒരു വൈബ് തന്നെയല്ല, കടലിന്റെ മെലഡി മനസ്സിൽ ഒരു തല, തൃശ്ശൂർ നിന്നും വന്നു ഒരു ഡയറി. അപ്പോൾ രണ്ടാമത്തെ ദിവസം ഈവനിങ് ആയി. അപ്പോൾ ഇനി വർക്കലയോട് ടാറ്റ പറയാനുള്ള സമയമായി. അപ്പോൾ ഇതെല്ലാവരും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി തിരിച്ച് നാട്ടിലേക്ക് ബൈ. അപ്പോൾ ഇതോടുകൂടി വർക്കല സീരീസ് ഇവിടെ തീരുകയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ. വർക്കല ഒരു ജേർണി കംപ്ലീറ്റ്, 7 പേരുടെ കൂടെ ഒരു മെമ്മറി സ്വീറ്റ്. വർക്കല വൈബ്സ് അത് നമ്മുടെ ആന്തം, ഇത് നമ്മുടെ കട്ട, ഇത് നമ്മുടെ ട്രാവൽ ഡയറി ആന്തം.
I'm feeling it very much.